വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് ഒരു ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ ലെറ്റ് us see how it is. നോക്കൂ, എ ബി എന്ന് പറയുന്നതാണ് ഡൈപോള്. ഒന്നിൽ -q, മറ്റൊന്ന് +q. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? The distance between the distance separation between two equal and opposite charges in a dipole is 2a. അപ്പോൾ O is the midpoint. ഇതിൻ്റെ midpoint O ആണെന്ന് വിചാരിക്കുക. Then AO will be equal to A and OB will be equal to. ഇതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനാണ് ഇതെന്ന് വിചാരിക്കുക. ദിസ് ലൈൻ ഈസ് ദ ഇക്വറ്റോറിയൽ ലൈൻ. ആ ഇക്വറ്റോറിയൽ ലൈനിലെ എക്സ് ഡിസ്റ്റൻസ് മാറി ഫ്രം ഒ, ഫ്രം ദ സെൻറ്റർ എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു പോയിൻ്റാണ് പി. ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ആണ് നമുക്ക് കാണേണ്ടത്. ഇ അറ്റ് പി, ഇ അറ്റ് പോയിൻ്റ് പി, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ് മെത്തേഡ്? എന്താണ്? നമ്മൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, മറ്റതില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഏതാണ്, അതിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് നോക്കും. അതിനുശേഷം ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏതാണ്, അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് നോക്കും. അത് രണ്ടും കൂടി വെക്ടോറിക്കലായിട്ട് ആഡ് ചെയ്തെടുത്താൽ മതി. സോ ലെറ്റ് us see how it is. Say that this is electric field intensity, field intensity at a point due to a dipole on at a point on its equatorial line. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ലെറ്റ് പി ബി ദ പോയിന്റ് അറ്റ് ദ ഡിസ്റ്റൻറ്റ് എക്സ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ ഓൺ ഇറ്റ്സ് ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ +q എന്ന് പറയുന്ന ചാർജ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് ഫീൽഡ്? അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിയണമെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഡയറക്ഷൻ, അല്ലെ പോസിറ്റീവ് ചാർജ് വെച്ചാൽ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഡയറക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും? ഈ +q ദാറ്റ് വിൽ ഗെറ്റ് റിപ്പൾഡ്. അപ്പോൾ എന്താണ്? ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡോ? സോ ഇ ക്യു, ഇ ഡ്യൂ ടു +q വിൽ ബി ഈക്വൽ ടു എത്രയാണ്? ഒരു ചാർജിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ്, ആർ ഡിസ്റ്റൻസ് മാറി ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിൽ ബി ഈക്വൽ ടു 1/4πε0 q/r² എന്ന് പറയാം. അപ്പോൾ ഇ ക്യു വിൽ ബി ഈക്വൽ ടു 1/4πε0 q + q/r². What is the distance between this charge and p? That is bp². And that will be along BP. അതായത് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത് മാത്രമായിരിക്കും. മാഗ്നിറ്റ്യൂഡ് വിൽ ബി ദിസ് മച്ച്. ഡയറക്ഷൻ പറയേണ്ട കാര്യമില്ല. ഓക്കെ. ഇനി വാട്ട് ഈസ് ഈ -q ചാർജ് കൊണ്ട് ഇതുണ്ടാക്കുന്ന ഫീൽഡ് എങ്ങനെ? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ദാറ്റ് വിൽ ഗെറ്റ് അട്രാക്റ്റഡ് അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണെന്ന് അർത്ഥം. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇങ്ങോട്ട് പോരും. സോ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ 1/4πε0 q/. നമുക്ക് മാഗ്നിറ്റ്യൂഡിലാണ് താല്പര്യം, അതുകൊണ്ട് അവിടെ -q ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ജസ്റ്റ് അവോയ്ഡിങ് ദാറ്റ്, കാരണം അവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡാണ് ആവശ്യം. ഇറ്റ് വിൽ ബി along 1/4πε0 q/. What is the distance between this point E and A? +q തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് വിൽ ബി AP².
along this will be PA, along PA. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്ഷൻ പറഞ്ഞില്ലെങ്കിൽ ഇത് രണ്ടും സെയിമാണ്. ദാറ്റ് ഈസ് ഇ ക്യൂ പ്ലസ് ക്യൂ വിൽ ബി ഈക്വൽ ടു ഇ മൈനസ് ക്യൂ ഇൻ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമുക്കതിനെ നോർമലായിട്ട് നമുക്ക് ഇ ക്യൂ എന്ന് പറയാം. സോ ദിസ് ഈസ് ഇ ക്യൂ, ദിസ് ഈസ് ഇ ക്യൂ. രണ്ടിൻ്റെയും ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. സോ ഇ ക്യൂ വിൽ ബി ഈക്വൽ ടു, മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു 1/4πε0. എന്തുകൊണ്ട് ഇത് രണ്ടും ഈക്വലാണെന്ന് പറയുന്നത്, രണ്ടും സെയിം ആണെന്ന് പറയുന്ന കാര്യം എന്താണ്? രണ്ടും ഒരേ ഡിസ്റ്റൻസാണ്. അതായത് ബി പി വിൽ ബി ഈക്വൽ ടു എ പി. ബി പിയും എ പിയും ഒന്ന് തന്നെയാണ്. സോ ലെറ്റ് us ഇറ്റ് വിൽ ബി ഈക്വൽ ടു ക്യൂ ബൈ എ പി എന്ന് എടുക്കാം, അല്ലെങ്കിൽ ബി പി എന്ന് എടുക്കാം, ഓർ എ പി, വാട്ട് എവർ ഇറ്റ് ഈസ്. എ പിയോ ബി പിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് രണ്ടും ഈക്വലാണ്. നൗ വാട്ട് ഈസ് എ പി? ഈ ട്രയാങ്കിൾ എടുക്കുക. സപ്പോസ് ദിസ് ആംഗിൾ ഈസ് തീറ്റ. അങ്ങനെ തീറ്റയാണെങ്കിൽ വാട്ട് വിൽ ബി എ പി സ്ക്വയർ? Here it is AP square. So AP square will be equal to A square plus X square. So EQ will be equal to 1/4πε0 Q by AP square. Instead of AP square I am writing A square plus X square. X square plus A square. എ പി സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയറിൻ്റെ. സോ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നൗ അതായത് ഇ ക്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇങ്ങോട്ടുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും വൺ ആൻഡ് ദ സെയിം ആയിരിക്കും. കാരണം ഈ രണ്ട് ചാർജിൽ നിന്ന് ഇക്യൂ ഡിസ്റ്റൻ്റ് ആണ് പോയിൻ്റ് പി, കാരണം ഇക്വറ്റോറിയൽ ലൈനിലായതുകൊണ്ട്. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഇ ക്യൂവിൻ്റെ ഡയറക്ഷൻ ഇത്, ഈ മറ്റേ പ്ലസ് ക്യൂ കാരണമുള്ള ഇ ക്യൂവിൻ്റെ ഡയറക്ഷൻ ഇത് രണ്ടും ഈക്വലാണ്. ആൻഡ് വാട്ട് വിൽ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദ, ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇതാണ് ഒരു വെക്ടർ, ഇത് വേറൊരു വെക്ടർ. ഇത് തമ്മിലുള്ള ആംഗിൾ 2Q ആണ്. ഇവിടെ ക്യൂ ആണെങ്കിൽ ഇവിടെയും ഇവിടെ തീറ്റയാണെങ്കിൽ, ഇഫ് ദ ആംഗിൾ ഈസ് തീറ്റ, ഇവിടെ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. കാരണം രണ്ടും ഇക്വി ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ രണ്ട് ആംഗിൾ. അപ്പോൾ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ വിൽ ബി 180 - 2 തീറ്റ. ട്രയാങ്കിളിൻ്റെ മൊത്തം ആംഗിൾ 180 ആണ്. അപ്പോൾ 180 - 2 തീറ്റ. ഇത്രയും 180 - 2 തീറ്റ. ഈ ഡയറക്ഷൻ നോക്കി ഏത് കണ്ട, ഈ ആംഗിൾ ടോട്ടൽ ആംഗിൾ ഈസ് 180. ഈ ആംഗിൾ 180, അതിൽ ഇത് 180 - തീറ്റ. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 180 - 2 തീറ്റ. അപ്പോൾ ഇത് എത്രയായിരിക്കും? 2 തീറ്റ ആയിരിക്കും. സോ ദിസ് ആംഗിൾ ഈസ് 2 തീറ്റ. ഇനി ഒന്നുകൂടി മനസ്സിലാക്കുക, ഇതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും? നിങ്ങളൊരു പാരലലോഗ്രാം വരയ്ക്കുക. പാരലലോഗ്രാമത്തിൻ്റെ ഡയഗണലായിരിക്കും വെക്റ്റർ ലോ ഓഫ് അഡിഷൻ ഓർ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ രണ്ട് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ ഈക്വലായിട്ട് അതിനെ കട്ട് ചെയ്യും. ആ റിസൾട്ടൻ്റ് വിൽ ബി ത്രൂ ദ സെൻറ്റർ ഓഫ് ദിസ് ആംഗിൾ. അതായത് ഈ ആംഗിളിൻ്റെ നടുവിലൂടെ ആയിരിക്കും ഇത് ഈ റിസൾട്ടൻ്റ് വെക്റ്റർ, ദിസ് ഈസ് ദ റിസൾട്ടൻ്റ് വെക്റ്റർ ഇ, അത് പോകുന്നു. അപ്പോൾ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. മനസ്സിലായി? അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് ഇ ക്യൂ എന്ന് പറയുന്ന, ഇനി രണ്ട് രീതിയിൽ ചെയ്യാം. അതിൽ ഞാൻ ആദ്യത്തെ രീതിയാണ് ഇനി ചെയ്യുന്നത്, കേസ് 1. സി ഈ ഇ ക്യൂവിനെ ഐ ക്യാൻ റിസോൾവ് ഇൻ 2. അപ്പോൾ ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്താൽ ദിസ് വിൽ ബി ഇ കോസ് തീറ്റ, ഇ ക്യൂ കോസ് തീറ്റ ആയിരിക്കും. ഇതോ ഇ ക്യൂ സൈൻ തീറ്റ ആയിരിക്കും. ഇനി ഞാൻ ഇതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാണ്. ഈ ഇ ക്യൂവിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്താൽ ഒന്ന് ഇങ്ങോട്ടായിരിക്കും, ഇ ക്യൂ സൈൻ തീറ്റ. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട്
this will be EQ cos theta. ഇത് രണ്ട് ക്യാൻസലായി പോകും, കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇ ക്യു സൈൻ തീറ്റ മുകളിലോട്ടും ഇ ക്യു സൈൻ തീറ്റ താഴത്തേക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ദേ വിൽ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് വാട്ട് എലോൺ വിൽ എക്സിസ്റ്റ്? ഏത് മാത്രം നിലനിൽക്കും? ഈ കോസ് തീറ്റയും ഈ കോസ് തീറ്റയും മാത്രമേ നിലനിൽക്കുള്ളൂ. ദാറ്റ് ഈസ് ടോട്ടൽ ഫീൽഡ് വിൽ ബി ഈക്വൽ ടു 2EQ cos theta. 2EQ cos theta. അപ്പോൾ E will be equal to 2 into EQ cos theta. And what is EQ? EQ is equal to, that is equal to, E will be equal to 2 into EQ is 1/4 pi. This is equation number 1. Substituting equation number 1 here. 1/4 pi epsilon 0 Q by x plus a, x square plus a square. That is EQ into cos theta. What will be that? E will be equal to 2Q or 1/4 pi epsilon 0 2Q by x square plus a square 1/4 pi epsilon 0 2Q by x square plus a square into cos theta. What is cos theta? If this angle is theta, what is cos theta? Cos theta is adjacent side by hypotenuse. So what is adjacent side? Cos theta can be written as adjacent side is A, and what is hypotenuse? AP. AP will be equal to square root of x square plus a square. ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ, അതായിരിക്കും ഈ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. സോ ഐ ആം റൈറ്റിംഗ് ഇറ്റ് ആസ് 1/2. Now you got E is equal to 1/4 pi epsilon 0 2Q by x square plus a square the whole raised to ഈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റേസ് ടു ഹാഫും ഈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? എക്സ് റേസ് ടു 1.5 എന്ന് വരും. 1.5 ഈസ് 3/2. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3/2 ആൻഡ് ദർ ഈസ് വൺ എ ഹിയർ. ഈ എ, so 1/4 pi epsilon 0 2QA by x square plus a square all raised to 3/2, and this will be equal to, E will be equal to 1/4 pi epsilon 0. What is 2A into Q? Q into 2A. What is that? It is called the dipole moment, and the direction of dipole moment is this one. Okay, so this can be written as P. സ്മോൾ ലെറ്റർ പി ആണ് ഉപയോഗിക്കുന്നത്. പി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. This is the equation for the electric field intensity at a point on the equatorial line distant x from its center. That will be equal to 1/4 pi epsilon 0 p by x square plus a square all raised to 3/2. Axial line ഓർക്കുന്നുണ്ടോ? That will be axial line. In axial line, ഇത് equatorial line ആണ്. ഇക്വറ്റോറിയൽ ലൈനിലെ ഫോർമുലയാണ് ഇത്. ആക്സിയൽ ലൈനിലോ ഓർക്കുന്നുണ്ടോ? E will be equal to 1/4 pi epsilon 0 2p by x square minus a square all raised to 3/2. This is for axial line.
Axial line ഒരു പോയിന്റിലെ it will be 1 by 4 pi epsilon 0 2p by x square minus a square all raised to 3 by 2. For equatorial line it will be 1 by 4 pi epsilon 0 p by x square plus a square all raised to 3 by 2. Okay. ഇനി ഒരു സ്പെഷ്യൽ കേസ് എടുക്കാം. What is special case? When x is very much greater than a. ഞാൻ നേരത്തെ പറഞ്ഞു ഡൈപോൾ എന്ന് പറയുന്ന ഒരു മോളിക്കുലർ സ്റ്റൈലാണ്. അത് 2a എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ് എന്ന് പറയുന്ന വെൻ കമ്പയർഡ് ടു 2a ഓർ വെൻ കമ്പയർഡ് ടു a അതിൻ്റെ പകുതി if it is very very less, then this equation ഈ a square നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. So this equation will become 1 by e will be equal to 1 by 4 pi epsilon 0 q by x cube. Sorry, p by x cube. It is p by x cube. കാര്യം എന്താണ്? x square raised to 3 by 2 will be x cube. ആ a square നമുക്ക് അവോയ്ഡ് ചെയ്യാം. So when x is very very large when compared to a, that will e will be equal to 1 by 4 pi epsilon 0 p by x cube. That means in that case e is proportional to 1 by x cube. എന്ന് വെച്ചാൽ വളരെ ഫീബിളാണെന്നർത്ഥം. അങ്ങോട്ട് ദൂരം കൂടുന്തോറും വളരെ കുറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ ഉണ്ടാക്കുള്ളൂ. മറ്റത് ഒരു ഇൻഡിവിജ്വൽ ചാർജ് ആണെങ്കിൽ ആർ ഡിസ്റ്റൻസ് മാറി ഉണ്ടാക്കുന്ന അല്ലെ എക്സ് ഡിസ്റ്റൻസ് മാറി ഉണ്ടാക്കുന്ന ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by r square or 1 by x square, whatever it is. ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് അർത്ഥം. ദൂരം കൂടുന്തോറും കുറച്ചുകൂടിയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇത് പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by x cube ആണ്. or proportional to 1 by x cube, that means inversely proportional to x cube ആണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ ഡിസ്റ്റൻസ് അങ്ങ് കൂടുന്തോറും 1 മീറ്റർ മീൻസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് മാറി അതായത് വളരെ ഫീബിളായിട്ട് മാറിക്കൊണ്ടിരിക്കും ഡിസ്റ്റൻസ് കൂടുമ്പോൾ. സോ ദാറ്റ് ഈസ് എ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ഇറ്റ്സ് ഇക്വറ്റോറിയൽ ലൈൻ. ഇതാണ് ഫോർമുല. ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത് കേസ് 1 എന്ന്. കേസ് 1 നമ്മൾ എന്താ ചെയ്തത്? ഇതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്തിട്ട് ഈ ടേമും ഇ ക്യൂ സൈൻ തീറ്റയും ഇ ക്യൂ സൈൻ തീറ്റയും ക്യാൻസലായി പോയിട്ട് നമുക്ക് 2eq cos തീറ്റ എന്ന് എടുത്തു അല്ലേ? ഇതല്ലാതെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. എന്താണ് കേസ് 2? കേസ് 2 ഈസ് നമ്മുടെ വെക്ടർ അഡിഷൻ നടത്തി നോക്കിയാലും മതി. ദീസ് ആർ 2 വെക്ടേഴ്സ് അല്ലേ? അതിൻ്റെ റിസൾട്ടൻ്റ് എന്താണ്? വാട്ട് ഈസ് എ റിസൾട്ടൻറ്റിൻ്റെ ഫോർമുല എന്താണ്? ആർ വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. വെക്ടർ അഡീഷനിൽ പഠിച്ചിട്ടുണ്ട്. വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2 വെക്ടേഴ്സ്. അപ്പോൾ ഈ കേസിൽ എങ്ങനെ വരും? ഇ വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇ ക്യൂ സ്ക്വയർ പ്ലസ് ഇ ക്യൂ സ്ക്വയർ. രണ്ടും ഈക്വലാണ്. ഇ ക്യൂ സ്ക്വയർ പ്ലസ് ഇ ക്യൂ സ്ക്വയർ പ്ലസ് 2eq 2ab cos, what is the angle between these two? 2 theta. അപ്പോൾ cos 2 theta എന്ന് വരും. So E will be equal to square root of E square plus E square is 2E square plus E square plus E square into E square is 2E square. Sorry, EQ into EQ is EQ square. So this will become 2eq square cos theta. And this can be written as E is equal to square root of 2e square common ആയിട്ട് എടുക്കുക. 2eq square common ആയിട്ട് എടുത്താൽ 1 plus cos, sorry, this is cos 2 theta. 1 plus cos 2 theta. What is 1 plus cos 2 theta? 1 plus cos 2 theta എത്രയാണ്? Is equal to 2
cos theta by 2, cos square theta by 2. 1 plus cos 2 theta is 2 cos square theta by 2. So what will be E? E will be equal to square root of 2 EQ square into 1 plus cos theta is 2 into cos square theta by 2, 2 theta by 2, that is theta. That will be E will be equal to square 2 into 2 4 square root of 4 EQ square cos square theta, and that will be equal to square root of 4 is 2, EQ square is EQ, cos square theta is cos theta. So 2 EQ square EQ cos theta. 2 EQ cos theta. ഇതിങ്ങനെ രണ്ടാക്കി ചെയ്താലും ഇങ്ങനെ തന്നെ വരും. So what will be E? E will be equal to EQൻ്റെ വാല്യൂ 1 നിന്ന് എടുക്കുക 1/4 pi epsilon 0 q by x square plus a square into what is cos theta? Cos theta is a by x square plus a square all raised to 1/2. അതാണ് പിന്നെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടും നോട്ട് ചെയ്യുക, വീഡിയോ സ്റ്റിൽ ചെയ്തിട്ട് രണ്ടും നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് നിങ്ങൾ ഇവിടെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കുറിച്ചെടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞുള്ള സ്പെഷ്യൽ കേസും ഒന്ന് ഓർത്തേക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ഇതിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ വെൻ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഈ ഭിത്തിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, മെറ്റാലിക് പ്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാർജ്ഡ് പ്ലേറ്റ്. അതിന് ഒരു 1,00,000 പോസിറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ 1,00,000 ഇലക്ട്രോൺസ് അതിൽ നിന്ന് എടുത്ത് മാറ്റി. സോ ദർ വിൽ ബി 1,00,000 പോസിറ്റീവ് ചാർജസ്, 1,00,000 ഈ പോസിറ്റീവ് ചാർജസ്. ആ 1,00,000 ഇലക്ട്രോൺസ് കൊണ്ട് ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിന് കൊടുക്കുമ്പോൾ ദിസ് വിൽ അക്വയർ എ 1,00,000 മൈനസ് ഈ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ മൈനസ് ചാർജും ഇവിടെ ഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജും. അപ്പോൾ എന്താണ്? ദർ വിൽ ബി എ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു. എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ചാർജ് അവിടെ കൊണ്ട് വെച്ചാൽ അതിങ്ങോട്ട് പറന്നു വരും എന്നർത്ഥം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിനെയാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇതൊന്ന് വന്നാൽ മതി. അങ്ങനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഞാനൊരു ഡൈപോൾ കൊണ്ടുവയ്ക്കുകയാണ്. ഡൈപോൾ ഈസ് എ ബിയുടെ ലെങ്ത് 2a, അതിൻ്റെ ചാർജ് ഈ സൈഡിൽ +q, ഈ ചാർജിൽ -q. എന്ത് സംഭവിക്കും? ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇതാണ് പോസിറ്റീവ് എന്ന് വിചാരിക്കുക. ഈ പോസിറ്റീവ് ഡയറക്ഷനിൽ ഇവിടെയാണ് പോസിറ്റീവ് പ്ലേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇവിടെ കുറേ ഒരു നെഗറ്റീവ് ചാർജസ് ഉണ്ടെന്നർത്ഥം. അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ യൂണിഫോം ആകുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും അല്ലേ? ദെർ ബൈ ഫോഴ്സ്. നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യും അല്ലേ? ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് രണ്ട് ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് ദിസ് ഈസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്നിരിക്കട്ടെ. ഈ പോസിറ്റീവ് ചാർജിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും, ഇത് റിപ്പൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് വരും, ഇതിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. സോ ദർ വിൽ ബി ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും, കാരണം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഫോഴ്സ് എത്രയായിരിക്കും? Q × E. F = Q × E. E എന്ന് പറയുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആക്ട് ചെയ്യണ ഫോഴ്സാണ്. അതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ Q ചാർജിനോ ഇറ്റ് വിൽ ബി Q × E. ഇങ്ങോട്ടും -Q × E, അതായത് ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക? വി കോൾ ഇറ്റ് ആസ് എ കപ്പിൾ. കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ ഫോഴ്സസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കാൾഡ് എ കപ്പിൾ ഈസ് ആക്ടിങ് ഓൺ ദിസ് ബോഡി. അത് എന്ത് പറ്റും? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ടോർക്ക്. ടോർക്ക് എന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാധനം എന്ത് പറ്റും? ഇത് ഇങ്ങനെ കിടന്നങ്ങോട്ട് തിരിയും. സോ ദർ വിൽ ബി എ ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്. ആ ടോർക്കിനുള്ള എക്സ്പ്രഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. നൗ let theta be the angle between these two charges.
ഇത് തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെന്നിരിക്കട്ടെ. Then what will be this force? This force will be equal to force acting on plus Q is equal to Q into E. Force acting on minus Q is Q into E. Magnitude same and direction ആണ് മാറുന്നത്, മൈനസ് വരുന്നത് അതുകൊണ്ടാണ്. So it will be Q into E. So these two forces will constitute a couple and the dipole will rotate. അപ്പോൾ ആ റൊട്ടേറ്റിംഗ് ഫോഴ്സിന് പറയുന്ന പേരാണ് ടോർക്ക്. അപ്പോൾ ആ ടോർക്ക് എന്താ സംഭവിക്കാൻ ടോർക്ക് കൊണ്ട്? ഇറ്റ് വിൽ ഗെറ്റ് റൊട്ടേറ്റഡ്. ആൻഡ് വാട്ട് ഈസ് എ ഫോർമുല ഫോർ ടോർക്ക്? ടോർക്കിൻ്റെ ഫോർമുല എന്താണ്? ഫസ്റ്റ് ഇയർ പഠിച്ചാണ്, +1 പഠിച്ചാണ്. ടോർക്ക് വിൽ ബി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ്. ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ടോർക്ക് വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ആം ഓഫ് ദ കപ്പിൾ. കപ്പിളിൻ്റെ ആം എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസാണ്, BP എന്ന് പറയുന്ന ഡിസ്റ്റൻസാണ് കപ്പിളിൻ്റെ ആം. സോ ടോർക്ക് ടോ വിൽ ബി ഈക്വൽ ടു, അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ഈസ് QE ഇൻറ്റു വാട്ട് ഈസ് ദ ആം ഓഫ് ദ കപ്പിൾ? BP. Now let us see what is BP. This angle is theta. This theta, ഇതെല്ലാം തീറ്റയാണ്. The angle made by the couple with the electric field is theta. Now what is cos theta? Sorry, what is sin theta? Sin theta will be opposite side, BP by hypotenuse. Hypotenuse is this much. That is what is the length of the dipole, that is 2a. Opposite side by hypotenuse. So what will be BP? BP will be equal to 2a sin theta. So torque tau will be become QE into 2a sin theta. Now what is Q into 2a? ഇതെന്താണ്? ഇത് രണ്ടും കൂടി കൂടുമ്പോൾ that will be P. So we can write, this can be, tau will be equal to P into small p ആണ് into E sin theta. So torque will be equal to PE sin theta. Torque tau will be equal to PE sin theta. PE sin theta. This is the formula for torque. PE sin theta. ഇത് ടോർക്ക് എന്ന് പറയുന്ന ഒരു വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പി എന്ന് പറയുന്ന ഡൈപോൾ മൊമെൻറ്റ്, ദാറ്റ് ഇസ് എ വെക്റ്റർ. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം -Q to +Q. ഇഒ ഈസ് ഓൾസോ എ വെക്റ്റർ. അപ്പോൾ ഇത് 3 വെക്റ്റേഴ്സാണ്. സോ ഇതിനെ എങ്ങനെ എഴുതാം? ടോ വിൽ ബി ഈക്വൽ ടു P ക്രോസ് E. ഇങ്ങനെ എഴുതാം. P is equal to tau is equal to P sin theta or tau is equal to P cross E. Okay. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ കേസ് ഉണ്ട്. What is special case 1? When theta is equal to 90 degree. What will happen when theta is equal to 90 degree? Theta 90 degree എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇത് വയ്ക്കുന്നത് കൃത്യം 90 ഡിഗ്രിയിലാണ്. ഞാൻ ഇങ്ങനെയാണ് ഇതെടുത്ത് വയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പിടിച്ചേക്കുകയാണ് ഡൈപോള്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആം വിൽ ബി മാക്സിമം. ഇങ്ങനെ തിരിയും തോറും ഈ ആം കുറഞ്ഞു വരും. സോ വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90, sin theta is equal to sin 90 degree is equal to 1. Then torque tau will be equal to P into E, that is maximum ടോർക്ക്. ഞാൻ ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും അത് കഴിഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ എന്ത് പറ്റും? ടോർക്ക് 0 ആകും. കാരണം ഒരു ഫോഴ്സ് അങ്ങോട്ടും വലിക്കും, ഒരു ഈക്വലായിട്ടുള്ള ഫോഴ്സ് ഇങ്ങോട്ടും വലിക്കും, ഇത് അനങ്ങാതിരിക്കും. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യില്ല. സോ രണ്ടാമത്തെ സ്പെഷ്യൽ കേസ്, വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി, then sin theta
is equal to sin 0 is equal to 0. Then what will be tau? Tau will be equal to 0. അതാണ് രണ്ടാമത്തെ സ്പെഷ്യൽ കേസ്. ഇനി മൂന്നാമത്തെ ഒരു കേസ് ഉണ്ട്. ആ മൂന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊന്ന് എഴുതിയെടുക്കുക, ഞാൻ വായിക്കുകയാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് when theta is equal to 180 degree. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചാൽ 90 ഡിഗ്രി. ഈ പോസിറ്റീവ് ഇതിങ്ങോട്ട് പോകും. പ്ലേറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതായതുകൊണ്ട് പോസിറ്റീവ് ഇങ്ങോട്ട് തിരിയും, നെഗറ്റീവ് ഇങ്ങോട്ട് തിരിയും. നൗ ആംഗിൾ ഈസ് തീറ്റ. ഇനി ഞാൻ ബലമായിട്ട് എടുത്തിട്ട് ഐ ആം പ്ലേസിങ് ലൈക്ക് ദിസ്. പോസിറ്റീവ് ഇങ്ങോട്ടും നെഗറ്റീവ് ഇങ്ങോട്ടും ആക്കി വെക്കുന്നു. നൗ ദ ആംഗിൾ ഈസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതിൻ്റെ ഡയറക്ഷൻ എന്താ? നെഗറ്റീവ് ടു പോസിറ്റീവാണ് മൊമെൻറ്റിൻ്റെ. അപ്പോൾ നൗ ദ ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇത്, മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇത്. സോ ആംഗിൾ ഈസ് 180 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അപ്പോഴും ഇവിടെ നിന്ന് ദർ വിൽ ബി എ റിപ്പൾസീവ് ഫോഴ്സ്. ഇവിടെ നെഗറ്റീവ് ചാർജസ് ആണല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതായതുകൊണ്ട് ദർ വിൽ ബി എ ഫോഴ്സ് QE ഇൻ ദിസ് ഡയറക്ഷൻ. ഇവിടെയും QE എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ വരും. സോ ദർ ഓൾസോ ദ ടോർക്ക് വിൽ ബിക്കം 0. ടോർക്ക് 0 ആയിരിക്കും. ഇത് അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ അനക്കം കിട്ടിയാൽ ടോർക്ക് 0 അല്ലാതെ വരും. ഇതിങ്ങനെ മറിഞ്ഞ് ഇപ്പുറത്തോട്ട് വരും. ഇങ്ങനെ ഇരുന്ന പോലെ ഇരുന്നോളും. പക്ഷേ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങിയ പറ്റ ചെയ്താൽ ഇതിങ്ങനെ തിരിഞ്ഞു വരും. ഈ സ്പ്രിങ് വലിച്ചിങ്ങനെ പിടിപ്പിച്ച പോലെയാണ് ഇങ്ങനെ തിരിച്ചു വരും. സോ അങ്ങനെ വരുന്നതിനെ പറയുന്ന പേരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലായിരിക്കും, ബട്ട് ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ. ഇങ്ങനെ നിന്നാലോ ദാറ്റ് ഈസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇങ്ങനെ നിന്നാൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. അത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാം. ഇപ്പോൾ ഇതൊരു കോണാണെന്നിരിക്കട്ടെ. ഈ കോൺ ഞാൻ ഇങ്ങനെ വെച്ചാൽ അത് അവിടെ വെറുതെ ഇരുന്നോളും. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. പക്ഷേ ഈ കോണിനെ ഞാൻ ഇങ്ങനെ വെച്ചാലോ ആ മുനയിൽ ഇങ്ങനെ മുട്ടി അനങ്ങാതെ വേറെ കാറ്റൊന്നും അടിക്കാതിരുന്നാൽ, വേറെ ഒന്നും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല എങ്കിൽ അതങ്ങനെ ഇരുന്നോളും. പക്ഷെ ഒന്ന് ചെറുതായിട്ട് അനങ്ങിയാൽ ഇത് താഴെ പോകും. ദാറ്റ് ഈസ് കോൾഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സോ ഇഫ് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ദ dipole will be in unstable equilibrium. ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതൊക്കെ എൻട്രൻസിന് പ്രയോജനപ്പെടുന്നതാണ്. എൻട്രൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പ്രയോജനപ്പെടും. ഇറ്റ് വിൽ ബി ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ തീറ്റ വിൽ ബി ഈക്വൽ സൈൻ 180 വിൽ ബി ഈക്വൽ ടു 0. അപ്പോഴും 0 തന്നെയാണ്, പക്ഷേ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, നൗ വേറൊരു ചോദ്യം. ഇനി വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്? നെറ്റ് ഫോഴ്സ് ആക്ടിങ് on the dipole. നെറ്റ് ഫോഴ്സ് എത്രയാണ്? ഇങ്ങോട്ട് there is a force of QE, ഇങ്ങോട്ടോ മൈനസ് QE. സോ വാട്ട് വിൽ ബി ദ നെറ്റ് ഫോഴ്സ്? QE പ്ലസ് മൈനസ് ഓഫ് QE 0. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ച് കഴിയുമ്പോൾ ടോർക്ക് ഉണ്ടാവും, പക്ഷേ നെറ്റ് ഫോഴ്സ് ഡൈപോൾ വിൽ ബി ഈക്വൽ ടു 0. ഏത് കേസിലും വെൻ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഇലക്ട്രിക് ഫീൽഡ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് 0, ബട്ട് ടോർക്ക് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിനാവശ്യമായിട്ട് വരും എൻട്രൻസിന്. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് പഠിച്ചത്. സപ്പോസ് ഇറ്റ് ഈസ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നോൺ യൂണിഫോമിലാണെങ്കിലോ? എന്താ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിൽ നിന്ന് ഞാൻ 50,000 ഇലക്ട്രോണിനെ എടുത്ത് മാറ്റി. സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ പോസിറ്റീവ് ചാർജ് പ്ലസ് 50,000 E. ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 1,00,000 ഇലക്ട്രോൺസിനെ കൂടുതലായിട്ട് കൊടുത്ത് 50,000 വേറെയും കൂടി മേടിച്ച് കൊടുത്തു. സോ ദിസ് വിൽ ഹാവിങ് 1,00,000 E മൈനസ് E ചാർജ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് കുറവും ഇവിടെ നെഗറ്റീവ് ചാർജ് കൂടുതലും. അങ്ങനെ വരുമ്പോൾ സച്ച് ഫീൽഡ്സ് ആർ കോൾഡ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്.
ആ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇതുപോലൊരു ഡൈപോൾ വെച്ചാൽ എന്ത് പറ്റും? ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്കൊന്നും ചിലപ്പോൾ ചോദിച്ചൊന്നും വരില്ല, എൻട്രൻസിനാണ് അതിന് പ്രാധാന്യമുള്ളത്. അപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിയാൻ നേരത്ത് എന്ത് പറ്റും? ഇതിനെ ഇത് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഇതിനെ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഒരു ചെറിയ കപ്പിളുണ്ടാവും, ടോർക്ക് ഉണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഫോഴ്സ് കൂടുതലാണ്. കാരണം ഇവിടെ ഭയങ്കര നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ദിസ് പോസിറ്റീവ് ചാർജ് വിൽ ഗെറ്റ് അട്രാക്റ്റഡ് മോർ. അപ്പോൾ എന്ത് പറ്റും? എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 അല്ലാതെ വരും. അതായത് ഇവിടെ കൂടുതൽ ഫോഴ്സും ഇവിടെ കുറച്ച് ഫോഴ്സും. നെറ്റ് ഫോഴ്സ് ഇൻ ദിസ് ഡയറക്ഷൻ വിൽ നോട്ട് ബി ഈക്വൽ ടു 0. ദർ വിൽ ബി സം ഫോഴ്സ് ഇൻ ദിസ് ഡയറക്ഷൻ. അതോടൊപ്പം തന്നെ കപ്പിളും ഉണ്ടാവും, ടോർക്കും ഉണ്ടാവും. സോ ഇങ്ങനെ ഞാൻ ഇതിനെ വെച്ച് കഴിഞ്ഞാൽ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ റൊട്ടേറ്റ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ മൂവ്. എന്നിട്ട് നേരെ വന്നിട്ട് ഇക്വിലിബ്രിയത്തിലായതിനു ശേഷം, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ വന്നതിന് ശേഷം ഇറ്റ് വിൽ മൂവ് ദ വെലോസിറ്റി. ഇങ്ങനെ അങ്ങോട്ട് നീങ്ങിപ്പോവും. മനസ്സിലായോ? അതായത് നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഇതിങ്ങനെ തിരിയുകയും ചെയ്യും, ഇങ്ങനെ നീങ്ങുകയും ചെയ്യും. ഇങ്ങനെ അങ്ങോട്ട് നീങ്ങി അങ്ങ് പോകും. That is what will happen if it is in a non-uniform electric field. ഇനി നമുക്ക് ഇതിൻ്റെ എനർജി ഒന്ന് കാണണം, വർക്ക് ഡൺ ഒന്ന് കാണണം. വർക്ക് ഡൺ സ്റ്റോർഡ് ഇൻ എ ഡൈപോൾ. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അത് കഴിഞ്ഞുടനെ കുറച്ച് പ്രോബ്ലംസും ചെയ്യാം. ഓക്കെ, താങ്ക് യു.